പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചെറിയ വേദഭാഗം, തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചില പോലെ താഴിക്കും. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം 28-ാം വാക്യം. തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചില പോലെ താഴിക്കും. എന്താകുന്നു ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്? നമ്മുടെ ധനവും നമ്മുടെ പണവും നാം ആശ്രയിക്കുന്ന പലതും അത് ശരിയാവണ്ണം ഉള്ളതല്ലെങ്കിൽ നാം കരുതുന്ന അതിൽ തന്നെ നാം വീഴും. പണം നമ്മളെ രക്ഷിക്കുകയില്ല. നമ്മുടെ ബാങ്ക് ബാലൻസ് ചില അവസ്ഥകളിൽ നമ്മളെ രക്ഷിക്കുകയില്ല. പണം ഒരു ദാസൻ ആയിട്ട് നമുക്ക് കരുതാം. അത് എപ്പോൾ നമ്മുടെ യജമാനനാകുന്നു, നമ്മുടെ ജീവിതം നാം കുഴിച്ച കുഴിയിൽ വീഴും. പണം ആവശ്യമാണ്. എന്നാൽ പണം മാത്രമാണ് ദൈവം എന്ന് കരുതുന്നതാണെങ്കിൽ അത് തെറ്റാണ്. പണം നാം ഉപകരിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണോ? അത് മാത്രമാണെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്. പണം നാം മറ്റുള്ളവർക്കൂടെ കരുതുവാനും അവരോട് പ്രവൃത്തിയിലൂടെ നാം കാണിക്കുവാനുമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു അർത്ഥമുണ്ട്. നമ്മുടെ ആശ്രയം, അമിതമായ ആശ്രയം പണത്തിലാണെങ്കിൽ നാം അതിൽ തന്നെ വീഴും. ദൈവഭക്തിയാണ്, ദൈവഭയമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട്. രണ്ടാമത്, നീതിമാന്മാരോ പച്ചില പോലെ താഴിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മരം വളരെ ചൂടുള്ള വേനൽ സമയത്ത് അത് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ വേര് വെള്ളമുള്ള സ്ഥലത്തേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലതുകൊണ്ടാണ്. യഹോവ ഭക്തിയാകുന്നു ജ്ഞാനത്തിൻ്റെ ആരംഭം. നമ്മുടെ ഭക്തി, ദൈവാശ്രയം ആഴത്തിലുള്ളതാണെങ്കിൽ നാം പച്ചില പോലെ താഴിക്കും. അതില്ലാതെ നാം എന്തൊക്കെ കാണിച്ചാലും നമ്മുടെ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. ദൈവത്തിൻ്റെ കൃപയനുസരിച്ച് നീതി പ്രവർത്തിച്ചുകൊണ്ടും മനുഷ്യരോട് ആർദ്രതയോടുകൂടെ പെരുമാറിക്കൊണ്ടും നാം ജീവിക്കണം. സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവമാണ് നമുക്ക് ആശ്രയം എന്ന് നാം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയുമാകുന്ന കർത്താവായ യേശുവേ, പുതിയൊരു ദിവസം അവിടുന്ന് ദാനമായി തന്നതിനായി സ്തോത്രം ചെയ്യും. ഞങ്ങൾ അഹങ്കരിക്കുന്നത് ബാങ്ക് ബാലൻസിലോ മറ്റ് ധനത്തിൻ്റെ ഇതിലോ ആണെങ്കിൽ ആ തെറ്റുകളെ തിരുത്തി ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നീതി പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഞങ്ങളുടെ ധനം പങ്കിട്ടുകൊണ്ട് ജീവിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.